ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പോയി കണ്ടിട്ട് വരാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കപ്പ. ചില നാട്ടുകൾക്ക് ഇത് കപ്പ എന്ന് പറയും, ചില നാട്ടിൽ ഇത് കൊള്ളി എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് നന്നാക്കി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വരാം. ഞാനിതിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരിയാണ് ഞാനെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ വേവാനുള്ള കുറച്ച് വെള്ളം. നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിലടിച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും. കപ്പ വേവുമ്പോഴത്തേക്കും നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇത് പൊട്ടി വരുന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ 2-3 പച്ചമുളകും കീറിയതും, പിന്നെ 2-3 വേപ്പിൻ്റെ ഇലയും. ഇത്രയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. പെട്ടെന്ന് വാട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു മണം കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാട്ടിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കപ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കപ്പ ഒന്ന് നന്നായി ഒന്ന് ഒടിച്ചെടുത്തിട്ടും കൂടി ഉണ്ട്. ഇനി നമുക്ക് ഈ കപ്പയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു കോട്ടിങ്ങും കൂടി തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 ടീസ്പൂണ് മൈദയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പകുതി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മൈദ പകുതി, പിന്നെ പകുതി കടലമാവും ചേർത്ത് കൊടുക്കാം. അങ്ങനെ മിക്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ മൈദ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കാം. നമ്മൾ സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പോലെ തന്നെ ബാറ്റർ ചെയ്തെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ വേണം ബാറ്റർ ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കപ്പയുടെ മിക്സ് ഇവിടെ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ നാരങ്ങ വലുപ്പത്തിൽ ഒരു ഉരുളയാക്കി എടുക്കണം. ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതേപോലെ. ഇനി നമുക്ക് ഇതേപോലെ എല്ലാം ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഉണ്ട എടുത്തിട്ട് നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം ബാറ്ററിലൊന്ന് മുക്കി
ഇനി അതെടുത്തിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആയി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളൊക്കെ നന്നായി വേവിച്ചെടുത്തതാണല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കപ്പയൊക്കെ തിന്നാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതൊക്കെ തിന്നും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്ന് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഞാനൊന്ന് പൊളിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, പുറമെ നല്ല ക്രിസ്പിയാണ്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.